Creating a simple custom module എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഒരു ബേസിക് മൊഡ്യൂൾ പഠിക്കും. ഒരു ബേസിക് കൺട്രോളർ ചേർക്കുക, റൂട്ടിംഗ് ഫയൽ ചേർക്കുക. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉബുണ്ടു ലിനക്സ് 16.04, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ, gedit ടെക്സ്റ്റ് എഡിറ്റർ എന്നിവ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ, വെബ് ബ്രൗസർ എന്നിവ ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് Drupal എന്നതിന്റെ അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ Drupal ട്യൂട്ടോറിയലുകൾക്കായി ദയവായി കാണിച്ചിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക. Drupal എന്നതിലെ കസ്റ്റം മൊഡ്യൂൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കണം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ടെർമിനോളജി, PHPയിലെ പ്രോഗ്രാമിംഗ്, PHPയിലെ നെയിം സ്പേസിംഗ്, Symfony 2, മുൻകരുതലുകൾ, വിശദാംശങ്ങൾക്ക് അഡീഷണൽ റീഡിംഗ് മെറ്റീരിയൽ ഈ ട്യൂട്ടോറിയലിന്റെ ലിങ്ക് കാണുക. താങ്കൾക്ക് മുൻപ് കോൺട്രിബ്യൂട്ടഡ് മൊഡ്യൂൾസ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലളിതമായ കസ്റ്റം മൊഡ്യൂൾ സൃഷ്ടിക്കുവാൻ പഠിക്കും. ഈ മൊഡ്യൂൾ ഒരു കസ്റ്റം പേജ് ഹലോ വേൾഡ് സൃഷ്ടിക്കും. മൊഡ്യൂൾ എന്നതിന്റെ വർക്ക് ഫ്ലോ ഇതാണ്. റിക്വസ്റ്റ് ആണ് ഞാൻ വെബ്സൈറ്റിലേക്ക് കൊടുക്കുന്നത്. റിക്വസ്റ്റ് ഉപയോഗിച്ച് എന്തു ചെയ്യണം എന്ന് നിർണ്ണയിക്കുന്നത് റൗട്ടർ ആണ്. കൺട്രോളർ തന്നിരിക്കുന്ന റിക്വസ്റ്റുകളെ റെസ്പോൺസ് നിർമ്മിക്കുന്നു. വ്യൂ എന്നത് റെസ്പോൺസ് സൃഷ്ടിക്കുന്നു. റെസ്പോൺസ് എന്നത് വെബ്സൈറ്റ് വീണ്ടും വരുന്നത്. നമുക്ക് സൃഷ്ടിക്കുവാൻ പോകുന്ന കസ്റ്റം മൊഡ്യൂൾ ഫയൽ സ്ട്രക്ചർ ഇതാ. ആവശ്യമുള്ള ഫയലുകൾക്കായി കസ്റ്റം മൊഡ്യൂൾ സൃഷ്ടിക്കുവാൻ ആരംഭിക്കാം. നിങ്ങൾക്ക് ഫയൽ ബ്രൗസർ തുറക്കാം. നിങ്ങൾ Drupal ലോക്കലായി ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡറിൽ പോകുക. ഇപ്പോൾ ആപ്സ് എന്നതിലെ Drupal എന്നതിൽ htdocs പോയി മൊഡ്യൂൾസ് എന്ന ഫോൾഡറിൽ പോകുക. ഈ മൊഡ്യൂൾസ് ഫോൾഡറിൽ നമ്മൾ എല്ലായ്പ്പോഴും കസ്റ്റം മൊഡ്യൂൾസ് സൃഷ്ടിച്ചു. ഫോൾഡർ സൃഷ്ടിച്ച് അതിനെ കസ്റ്റം എന്ന് നാമകരണം ചെയ്യാം. ഇത് കോൺട്രിബ്യൂട്ടഡ് മൊഡ്യൂൾസ് എന്നതിൽ നിന്നും കസ്റ്റം മൊഡ്യൂൾസ് വേർതിരിക്കും. ഈ കസ്റ്റം ഫോൾഡറിനുള്ളിൽ നമ്മൾ hello_world എന്ന ഫോൾഡർ സൃഷ്ടിക്കും. ഈ ഫോൾഡറിന്റെ പേര് മെഷീൻ നെയിം എന്നാണ്. ഈ മൊഡ്യൂൾ റെഫർ ചെയ്യുവാൻ കോർ Drupal ഉപയോഗിക്കും. കസ്റ്റം മൊഡ്യൂൾ എന്ന നെയിമിംഗ് ചെയ്യുവാനുള്ള ചില നിബന്ധനകൾ ഉണ്ട്. അത് ലോവർ കേസ് ലെറ്റേഴ്സ്, അണ്ടർസ്കോർസ് എന്നിവ ഉണ്ട്. സ്പേസ് ഇല്ല. യുണീക്ക് ആയിരിക്കണം. മറ്റൊരു മൊഡ്യൂൾ അല്ലെങ്കിൽ തീം ആ പേരിൽ ഉണ്ടാകുവാൻ പാടില്ല. src, lib, vendor, templates, includes, fixtures, ഏതെങ്കിലും റിവേഴ്സ്ഡ് ടേംസ് കാണുവാൻ കഴിയില്ല. നമ്മുടെ ഫയൽ ബ്രൗസറിലേക്ക് മടങ്ങുക. hello_world എന്ന ഫോൾഡറിൽ hello_world info.yml എക്സ്റ്റൻഷൻ ഉള്ള ഫയൽ കാണാം. info.yml എന്ന ഫയലിന്റെ പേര് മൊഡ്യൂൾ ഫോൾഡറും ഒന്നായിരിക്കണം. yml എന്നത് YAML എന്നതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ ആണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഒരു യൂണികോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ സീരിയലൈസേഷൻ സ്റ്റാൻഡേർഡ് ആണ് YAML. ഇത് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് ആണ്. info.yml ഫയലിൽ മൊഡ്യൂൾ എന്നതിനെക്കുറിച്ച് Drupalനോട് പറയുന്നു. ഈ ഫയലിൽ നമ്മുടെ മൊഡ്യൂളിന്റെ മെറ്റാഡാറ്റ നമ്മൾ സംഭരിക്കും. അതിനാൽ മെറ്റാഡാറ്റ ടൈപ്പ് ചെയ്യുക. നമുക്ക് ഈ ഫയൽ സംരക്ഷിക്കാം. ഇത് നമ്മുടെ മൊഡ്യൂളിന്റെ പേരാണ്. ഇത് എക്സ്റ്റെൻഡഡ് എന്ന പേജിൽ കാണാം. ഇത് നമ്മുടെ മൊഡ്യൂളിന്റെ ഒരു ചെറുവിവരണം ആണ്. ഇതാണ് നമ്മുടെ മൊഡ്യൂൾ എന്ന വിഭാഗം എക്സ്റ്റെൻഡ് എന്ന പേജിൽ നൽകിയിരിക്കുന്നു. ഇത് Drupalനോട് മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. കോർ കീ എന്നത് നമ്മുടെ മൊഡ്യൂളിന് യോജിച്ച Drupal കോർ വേർഷൻ വ്യക്തമാക്കുന്നു. ഇവിടെ നെയിം, ടൈപ്പ്, കോർ കീസ് എന്നിവ ആവശ്യമാണ്. മറ്റുള്ള കീസ് അവഗണിക്കാവുന്നതാണ്. അടുത്തതായി മൊഡ്യൂൾ എക്സ്റ്റൻഷനോട് കൂടിയ hello_world എന്നൊരു ഫയൽ നമുക്ക് സൃഷ്ടിക്കാം. ഈ പ്രദർശനത്തിനായി നമുക്ക് ഈ പ്രവർത്തനത്തിലേക്ക് ഒരു ഫയലും ചേർക്കുവാൻ പോകുകയില്ല. പക്ഷെ നമ്മൾ ഈ ഫയൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ ഫയലിൽ ഇനി പറയുന്നവ ടൈപ്പ് ചെയ്യുക. നമുക്ക് ഫയൽ സേവ് ചെയ്യാം. മൊഡ്യൂൾ ഉണ്ടാക്കുന്നതിനുള്ള 2 ഫയലുകൾ Drupalൽ കാണാം. ഇപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ലോക്കൽ Drupal വെബ്സൈറ്റ് തുറക്കുക. പുതിയ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് ആദ്യം കാഷെ ക്ലിയർ ചെയ്യുക.
അങ്ങനെ ചെയ്യുവാൻ കോൺഫിഗറേഷൻ മെനു എന്നതിലേക്ക് പോകുക. ഡെവലപ്മെന്റ് എന്നതിനു കീഴിൽ പെർഫോമൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആൾ കാഷെസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാഷെസ് മായ്ച്ചുവെന്ന് നിങ്ങൾക്ക് കാണാം. നമ്മുടെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തുവാൻ ഓരോ തവണയും കാഷെസ് നീക്കം ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുവാൻ എക്സ്റ്റെൻഡ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. കസ്റ്റം എന്നതിനു കീഴെ നമ്മൾ സൃഷ്ടിച്ച ഹലോ വേൾഡ് മൊഡ്യൂൾ കാണാം. തിരഞ്ഞെടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. ചുവടെയുള്ള ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം മൊഡ്യൂൾ ഇപ്പോൾ പര്യാപ്തമായിരിക്കുന്നു. അടുത്തതായി റൗട്ടർ ഫയൽ ചേർക്കേണ്ടതുണ്ട്. ഇത് മൊഡ്യൂൾ എവിടെ ആക്സസ് ചെയ്യണം എന്ന് ദ്രുപലിനോട് പറയും. റിക്വസ്റ്റ് ഉപയോഗിച്ച് ഏത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് റൗട്ടർ ആണ്. റൗട്ടർ ആക്സസ് അനുവദിക്കപ്പെട്ടാൽ പരിശോധിക്കുന്നു. നമ്മുടെ ഫയൽ ബ്രൗസറിലേക്ക് മാറുക. ഇപ്പോൾ നമുക്ക് റൗട്ടിംഗ് ഫയൽ hello_world.routing.yml ഉണ്ടാക്കാം. ഫയലിന്റെ ഇനിപ്പറയുന്ന പാത്തുകൾ ടൈപ്പ് ചെയ്യുക. നമുക്ക് കോഡ് മനസ്സിലാക്കാം. ഈ ലൈൻ റൗട്ട് ആണ്. ഇത് നമ്മുടെ മൊഡ്യൂൾ ആക്സസ് ചെയ്യുവാൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഇതാണ് ദ്രുപലിന്റെ കണ്ടന്റ് എവിടെ നിന്നും ലഭിക്കുന്നുവെന്ന് പറയുന്നു. ഇവിടെ കണ്ടന്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ കൺട്രോളർ ഫയൽ സൃഷ്ടിക്കും. കണ്ടന്റ് ആക്സസ് ചെയ്യാവുന്ന യൂസേഴ്സിനു മാത്രമേ അത് ഉറപ്പാക്കുകയുള്ളൂ. ഹലോ വേൾഡ് പേജിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് മൊഡ്യൂൾ ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് ഫംഗ്ഷനാലിറ്റി കൂട്ടിച്ചേർക്കണം. ഇത് കൺട്രോളർ ചേർത്താൽ മതിയാകും. ഒരു കൺട്രോളർ എന്നാൽ എന്താണ്? കൺട്രോളർ ഒരു PHP ഫംഗ്ഷൻ ആണ്. HTTP റിക്വസ്റ്റിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുകയും HTTP റെസ്പോൺസ് നിർമ്മിക്കുകയും ചെയ്യും. നമ്മുടെ ഫയൽ ബ്രൗസറിലേക്ക് മാറുക. ഒരു കൺട്രോളർ ചേർക്കുന്നതിന് src എന്ന പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കണം. src ഫോൾഡറിനുള്ളിൽ നമ്മൾ കൺട്രോളർ എന്ന മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കണം. ഇത് കൺട്രോളർ ഫോൾഡറിന്റെ ഉള്ളിൽ hello controller.php എന്ന കൺട്രോളർ ഫയൽ സൃഷ്ടിക്കും. ഈ ഫയലിൽ ഇനി ടൈപ്പ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുക. നെയിംസ്പേസ് എന്നത് ഒരു നെയിമിൽ ഒരു കൂട്ടം കോഡ് അനുവദിക്കണം. പക്ഷേ വൈരുദ്ധ്യങ്ങളായ പേര് നൽകുന്നത് ഒഴിവാക്കുക. യൂസ് സ്റ്റേറ്റ്മെന്റ് കൺട്രോളർ ബേസ് ക്ലാസ് എന്നതിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും. നമുക്ക് ഫംഗ്ഷൻ കണ്ടന്റ് ഉള്ള ഒരു ക്ലാസ് ഹലോ വേൾഡ് കൺട്രോളർ ഉണ്ട്. റൗട്ടിംഗ് സിസ്റ്റം പേജ് വിളിക്കുമ്പോൾ മാർക്കപ്പ് ടെക്സ്റ്റ് തിരികെ നൽകും. ഇപ്പോൾ വെബ് ബ്രൗസറിലേക്ക് മാറുക. ബാക്ക് ടു സൈറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വെബ് ബ്രൗസറിലേക്ക് റിക്വസ്റ്റ് ആയി അഡ്രസ് ബാറിൽ ഹലോ ചേർക്കുക. നമ്മുടെ മൊഡ്യൂൾ ആക്സസ് ചെയ്യുന്നതിനായുള്ള റൗട്ടിംഗ് ഫയലിൽ നമ്മൾ സൃഷ്ടിച്ച പാത്ത് ആണ് ഇത്. ഇപ്പോൾ എന്റർ അമർത്തുക. ഇപ്പോൾ നമ്മൾ സൃഷ്ടിച്ച കസ്റ്റം പേജ് കാണാം. ഇത് റെസ്പോൺസ് ആണ്. അതുപോലെ തന്നെ Drupal 8 എന്നതിലെ ലളിതമായ കസ്റ്റം മൊഡ്യൂൾസ് സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതിനോടൊപ്പം ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഒരു ബേസിക് മൊഡ്യൂൾ സൃഷ്ടിക്കുക, ഒരു ബേസിക് കൺട്രോളർ ചേർക്കുക, റൗട്ടിംഗ് ഫയൽ ചേർക്കുക. ഒരു അസൈൻമെന്റ് ആയി നിങ്ങളുടെ വെബ്സൈറ്റിൽ അബൌട്ട് us എന്ന പേജിനു വേണ്ടി ഒരു കസ്റ്റം മൊഡ്യൂൾ ഉണ്ടാക്കുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി അത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് NMEICT Ministry of Human Resource Development, NVLI, Ministry of Culture, Government of India എന്നിവയുടെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്നു. IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.